പറഞ്ഞോണ്ട് ഇല്ല. അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഞാൻ പാത്രം കഴുകും. ഇങ്ങനെ വെറുപ്പിച്ച ഇപ്പൊ പോവാൻ പറ്റുമോ ഇല്ലേ? ഞാൻ പാത്രം കഴുകും. ഇപ്പൊ പോവാൻ പറ്റുമോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഓൾറെഡി ഇത്ര അധികം സമയമായി. ആദില വളരെ മടിയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ടീമിൽ എപ്പൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊക്കെ ലേസി ആയിട്ട് ഈ കട്ടിലുമ്പ് ഇങ്ങനെ ഇരിക്കലാണ് ആദിലയുടെ പണി. ചെയ്യാൻ തോന്നത്തില്ല, അതൊരു ഫാക്റ്റാണ്. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? അതിലേക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അതിലെ ചെയ്യണ്ട, ഞാൻ ചെയ്തോണ്ട്. കാരണം അപ്പോൾ ആദില ആൻഡ് അനീഷ് തർക്കം അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദില അനീഷിനോട് വളരെ ലൗഡായിട്ട് പെരുമാറുന്നതും വളരെ മോശകരമായ രീതിയിലുള്ള സംസാര ഭാഷകളും അതുപോലെ തന്നെ പ്രവൃത്തികളും എല്ലാമാണ് ആദിലയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അടുക്കളയിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ അനീഷ് ആദിലയെ ക്ഷണിക്കുകയാണ്. ഒരു കാരണവശാലും ഞാനിപ്പോൾ കഴുകില്ല എന്ന രീതിയിൽ അവിടെ മടിച്ചു കിടക്കുന്നതാണ് ആദില നമുക്ക് കാണുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ കഴുകണം എന്ന രീതിയിലാണ് അനീഷ് ആജ്ഞാപിക്കുന്നത്. എന്നാൽ അതിലെല്ലാം വളരെ പ്രതിഷേധത്തോടു കൂടി അനീഷിന്റെ ബെഡുകളും അതുപോലെ തന്നെ കിടക്കകളും എല്ലാം തന്നെ വലിച്ചെറിയുന്ന ആദിലയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ നൂറ അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതെല്ലാം പെറുക്കി അനീഷിന്റെ ബെഡിന്റെ മുകളിൽ തന്നെ കൊണ്ടുവെക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കാരണവശാലും നമ്മുടെ ആദില നൂറ എന്ന് പറയുന്ന ഈ കപ്പിൾസിനെ എന്തുകൊണ്ട് മലയാളികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആദിലയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരം കൈവിട്ട സ്വഭാവങ്ങളാണ് ആദിലയുടെ ഭാഗത്ത് നമുക്ക് എപ്പിസോഡുകൾ പരമാവധി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ സംരക്ഷിച്ച് ബിഗ് ബോസിൽ നിർത്തുന്നത് എന്നുള്ളത് തീർച്ചയായും എത്ര ചിന്തിച്ചിട്ടും പിടുത്തം കിട്ടാത്ത ഒരു കാര്യമാണ്. ഏതായാലും ആദില ചെയ്ത ഈ പ്രവൃത്തിയോട് തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമന്റായിട്ട് ഏതായാലും രേഖപ്പെടുത്തണം. അതിനുശേഷം കിച്ചണിലേക്ക് അനീഷ് പറയുന്നുണ്ട്, ഏതായാലും ആദില കേൾക്കുന്നില്ലെങ്കിൽ പാത്രങ്ങളെല്ലാം ഞാൻ കേകി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചന്റെ ചുമതലയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അനീഷ് കിച്ചണിലേക്ക് പോകുന്നതും അതിനുശേഷം നമുക്ക് ആദില ഒരു നാഗവല്ലിയായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആ പാത്രം വേണം അരിയിടാൻ. അത് ഉണ്ടെങ്കിൽ അരിയിടാൻ പറ്റത്തുള്ളൂ. വലിയ പാത്രം കഴിയിട്ടില്ല. നോക്കണ്ട, നീ ആളോട് ചോദിക്കേ. അനീഷിന് കടി വെറുതെ ഇരുന്ന് വെറുപ്പിച്ച് ഞാന് മൈക്കണയാളോ നോക്കണ്ടത്? എന്റെ അടുത്ത് നിക്കണതിന് ഇയാള് ഞാൻ ഇത്ര മുട്ടല്ല എന്റെ അടുത്ത് നിൽക്കാൻ. ഇയാള് വന്ന് ഇയാള് എന്റെ അടുത്ത് നിക്കണ ഒന്ന് മാറിക്ക്. ഞാനാണ് ആളുടെ അടുത്ത് വന്നത്. അയാൾ കഴിയുന്ന ടൈമാണോ? അല്ല, ഞാൻ കഴുകേണ്ടതാണ്. ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞതാണെന്നേ. ഇയാളോട് ചങ്ങോട്ടി വിളിക്കുക. ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാള് ഇപ്പൊ വന്ന് കഴിയണിപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കഴിക്കും. ഈ പുള്ളി എന്നോട് പറഞ്ഞപ്പോ ആ ഗ്ലാസ് ഉടച്ച് ഞാൻ എടുത്തോളാം, ഞാൻ പോണേ, ഞാൻ കഴിക്കോളാം. അതിന്റെ ഇടക്ക് വന്ന് കയറിട്ട് ഇപ്പൊ കഴിയണ ഞാൻ മാറി നിൽക്കാം. ഇപ്പൊ എന്നു പറയാം. ഇയാളാരാ? ഇയാളെ ഗോത്താഴത്തിലെ ആളാണ് ഇയാള്. അടുക്കളയിൽ പോയ ശേഷം പാത്രങ്ങളെല്ലാം വലിച്ചെറിയുന്ന അതിലെയാണ് നമുക്ക് കാണുന്നതിന് ശേഷം അവിടെ പിടിച്ചു വെച്ച വെള്ളങ്ങൾ എടുത്ത് മറിക്കുന്നതും അതിൽ നിന്ന് കുറച്ച് അനീഷിനെ മേത്തേക്ക് എടുത്ത് തളിക്കുന്നതും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. ഇതിന് പണിഷ്മെന്റ് വാങ്ങി ആദില നൂറ ബിഗ് ബോസ് ചരിത്രത്തിന് പുറത്തേക്ക് പോകുമെന്ന് തന്നെയാണ് ഒരു കൂട്ടം പ്രേക്ഷകർ അതിൻ്റെ താഴെ കമന്റായി രേഖപ്പെടുത്തുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ ഒരു കാരണം കൊണ്ടൊന്നും ബിഗ് ബോസ് നമ്മുടെ ആദില എന്ന് പറയുന്ന ഈ കുട്ടിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇവരെ ബിഗ് ബോസിലേക്ക് എടുത്തത് തന്നെ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ നിസാരവൽക്കരിക്കുക, അതിനെ മലയാളിക്കിടയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ ബിഗ് ബോസിന് ഈ ഒരു കപ്പിൾസിനെ ഇവിടെ വെക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇവരെ ഏറ്റവും അവസാനമായി പുറത്താക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അത്രയും കാലം അവരെ അവിടെ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അത് ബിഗ് ബോസിലേക്ക് കൂടി അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു നയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ പുറത്താക്കുമെന്നൊക്കെയുള്ളത് തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം മാത്രമാണ് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ടൊരു അഭിപ്രായം നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ ആദിലയുടെ ഈ സീസണിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുകയും പ്രേക്ഷകരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം
ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ കപ്പിൾസിനെ ഒരു പരിധിവരെ മലയാളികൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു. ഇത്തരം ഒരു സ്വഭാവം കൊണ്ട് തീർച്ചയായിട്ടും ആ കിട്ടിയ ഇഷ്ടങ്ങളെല്ലാം ഇല്ലാതാക്കി കിട്ടുന്ന വോട്ട് കൂടി പോക്കിക്കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നൂറ പക്ഷേ കുറച്ചുകൂടി ബുദ്ധിപൂർവമായ കളിയാണ് ഈ ബിഗ് ബോസിനകത്ത് കളിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യത്തിൽ ഏതായാലും ലാലേട്ടൻ ചോദിക്കുമെന്നൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ എന്താണ് പറയാനുള്ളത്, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആദില പണി വാങ്ങി പുറത്തേക്ക് പോകുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ബൈ.